അർജുനപുത്രനായ വീര അഭിമന്യു, ശ്രീകൃഷ്ണ സഹോദരി സുഭദ്രാപുത്രൻ. സുഭദ്ര പണ്ട് ഗർഭിണിയായിരിക്കെ ഗർഭസ്ഥ ശിശു ശ്രമിച്ച ആ കഥയിലൂടെ മാരകമായ ചക്രവ്യൂഹത്തെ ഭേദിക്കാനുള്ള അറിവ് അവൻ നേടിയിരുന്നു അത്രേ. എന്നാൽ നിർഭാഗ്യവശാൽ തന്റെ അമ്മ ഉറങ്ങിപ്പോയതിന് ഫലമായി ചക്രവ്യൂഹത്തിൽ നിന്നും പരിക്കേൽക്കാതെ പുറത്തു വരുവാനുള്ള വിദ്യ ഗ്രഹിക്കാൻ കഴിയാതെ പോയി അവന്. അങ്ങനെയൊക്കെ പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിങ്കൾ ചക്രവ്യൂഹത്തിലേക്കായി കൗരവർ പാണ്ഡവരെ വെല്ലുവിളിക്കുന്നു. പാണ്ഡവരുടെ പക്ഷത്താകട്ടെ ചക്രവ്യൂഹ ഭേദനം അറിയാവുന്ന രണ്ടു പേർ കൃഷ്ണാർജുനന്മാർ. ഒരു വശത്താകട്ടെ ആയുധം തന്റെ കൈകൊണ്ട് തൊഴില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ശ്രീകൃഷ്ണനും, മറുവശത്താകട്ടെ മറ്റൊരു യുദ്ധത്തിലേർപ്പെട്ട അർജുനനും. ഈ അവസരത്തിൽ ധീരനായ അർജുനപുത്രൻ അഭിമന്യു അതിന് തയ്യാറാകുന്നു. ചക്രവ്യൂഹവ രചിതനന്ദേ ಕಲಶಜಾ ಅಮ್ಮ ಅಮ್ಮ ಮೊದಲಿಗೆ ಪಾದಾರವಿಂದವಾಗಿ ನಾನು ಬಂಧಿಸ್ತು ಒಳ್ಳೆದಾಗಿದೆ. ಇಂದು ಮೇಲೆ ನನ್ನೀಗ ಕಂಡ ಸಮಯದಲ್ಲಿ ಆಶ್ಚರ್ಯವಂತೆ ಅಲ್ಲವೇ ತಾಯಿ? ಯಾವಾಗಲೂ ಬರುವಂತೆ ಇಂದು ನಾನು ಬರಲಿಲ್ಲ. ಎದೆಯ ಕವಚ ಕೈಯಲ್ಲಿ ಧನುಷಗಳನ್ನು ಹಿಡಿದ ಸಮಯದಲ್ಲಿ ನಿನ್ನ ಅರ್ಥವಾಗಿರಬಹುದು. ನಾನು യുദ്ധക്ഷേത്രത്തിൽ പൊരുത്തപ്പെട്ടിരിക്കുകയാണ് പൂജാരി. എന്നാൽ തന്റെ ഏക മകനെ നഷ്ടപ്പെടുമെന്ന ഭയത്തെ തുടർന്ന് കാതരയായ അമ്മ സുഭദ്ര അനുവാദം നിഷേധിക്കുന്നു. ಎಂದ ವಿಕ್ರಮ ತೋರನು ಪೊರವಂತೆ ನಾನೀಗ. യുദ്ധത്തിനായി പുറപ്പെടുന്ന യോദ്ധാവിനെതിരെ നിൽക്കുന്നവരാരോ അവർ മറ്റാരുമല്ല എന്നാൽ തന്റെ ഉറ്റ ശത്രുവാണെന്നാണല്ലോ. അതിനാൽ അവളെ ഇല്ലായ്മ ചെയ്യാതെ അഥവാ ജയിക്കാതെ അവിടെ നിന്നും മുന്നേറാനാവാത്ത അഭിമന്യു തന്റെ അമ്മയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നു. സുരവകന്ദനിയാ സിലകിഞ്ചുനതി ಜನನಿಯ ಪಾದರ ಚರಣೋ ಶಿರಡೋಲಾಂತ ಪಾರ್ಥನಂದನ പുരട്ട് തുറകെ. ഇങ്ങനെ തന്റെ അമ്മയെ മനസ്സിലാദരിച്ച് മൗനാനുവാദത്തോടെ ഇതാ അഭിമന്യു ആ ധീരകുമാരൻ ചക്രവ്യൂഹ ഭേദനത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു. ಆಶೀರ್ವಾದ ಮಾಡ್ತದೆ ಹೊರಟೆ ಚಕ್ರವ್ಯೂಹವನ್ನು ಭೇದಿಸದೆ. ಆದರೆ ದ್ರೋಣಾಚಾರ್ಯ ಮಾಸದಿಂದ ಹಿಂದಿನಿಂದ ನಾನು ಕೈಯನ್ನು ಕತ್ತರಿಸುವುದಕ್ಕೆ ಆ ಕರ್ಣನಲ್ಲಿ ಹೇಳಿದ್ರು. ಕೊಲೆಗೆ ಅಭಿಮನ್ಯು ಮರಣವಾಯಿತೆ. ಇದುವೇ ಅಭಿಮನ್ಯುವಿನ ಕತೆ. ಈ ಕಥೆಗೆ ಮಂಗಲವಾಗಲಿ. ಧನ್ಯವಾದ.